ഹേ ഗായ്സ്, ഇന്നൊരു വെയിറ്റ് ഗെയിൻ റെസിപ്പിയാണ്. ഇവർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയ ഒരു വെയിറ്റ് കൂടാൻ പെട്ടെന്ന് കൂടുന്നു എന്ന് തോന്നുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റും ചെയ്യേ. ആദ്യം പൊട്ടറ്റോയും സ്വീറ്റ് പൊട്ടറ്റോയും എഗ്ഗും കൂടെ വേവിക്കാൻ വെക്കാം. കുക്കറിലൊരു 3 to വിസില് അടിച്ചാൽ തന്നെ അത് വെന്ത് കിട്ടും. പിന്നെ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അത് നല്ല മാഷ് ചെയ്ത് എഗ്ഗിന്റെ യെല്ലോ പാർട്ട് മാത്രം ഇതിലേക്ക് മിക്സ് ചെയ്യാൻ എടുത്താൽ മതി. വൈറ്റ് പാർട്ട് അങ്ങനെ കഴിക്കുന്ന കുട്ടികളുണ്ടാവും. ഇവര് വൈറ്റ് പാർട്ട് മാത്രമേ കഴിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പിയിൽ എഗ്ഗ് ആഡ് ചെയ്യുന്നത്. അതിന്റെ യെല്ലോ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞത് അത് എങ്ങനെ കഴിപ്പിച്ചാലേ കുട്ടികൾ പെട്ടെന്ന് വെയിറ്റ് കൂടും. അതുകൊണ്ട് തന്നെ ബോയിൽ ചെയ്ത എഗ്ഗ് കൊടുക്കൽ കുറവാണ്. സ്ക്രാമ്പിൾ ചെയ്തിട്ട് എഗ്ഗ് കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ കഴിക്കും, എന്നാലും ഫുള്ളായിട്ട് കഴിക്കുകയില്ല. ഇങ്ങനെ കൊടുത്ത് ട്രൈ ചെയ്തപ്പോഴാണ് അവര് കഴിക്കുന്നുണ്ട്, വെയിറ്റ് നല്ല രീതിയിൽ കൂടുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യലാണ്. അതാകുമ്പോൾ അവര് വിശക്കുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ചെയ്യാനും സിമ്പിളാണ്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന അത് മാഷ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ ഇടുന്നുള്ളൂ. കാരണം സ്വീറ്റ് പൊട്ടറ്റോ ഓൾറെഡി ഒരു മഞ്ഞ കളർ ഉണ്ടായതുകൊണ്ട് മഞ്ഞപ്പൊടി ആഡ് ചെയ്യില്ല. അല്ല പൊട്ടറ്റോ മാത്രമായിട്ടാണെങ്കിൽ ഞാൻ മഞ്ഞപ്പൊടി ആഡ് ചെയ്യലുണ്ട്. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ മാത്രമാകുമ്പോഴോ അതോ പൊട്ടറ്റോ മാത്രമാകുമ്പോഴേക്ക് റാഗി പൊടി ആഡ് ചെയ്യലുണ്ട്. അത് നല്ലതാണ്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ചീസ്. സ്ലൈസ്ഡ് ചീസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് അവർക്ക് ഡെയിലി ഞാൻ ഒരു സ്ലൈസ് എങ്കിലും ഡെയിലി ഫുഡിൽ ഞാൻ ആഡ് ചെയ്യാൻ നോക്കാറുണ്ട്. കാരണം അതും എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന പോലെ നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ട്. ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് ഡെയിലി ചീസ് ഫുഡിൽ ഉൾപ്പെടുത്താന്. ഇവർ രണ്ടുപേരിൽ ഷെയ്ത ഭയങ്കര വെയിറ്റ് ലോസ് ആണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് ടെസ്റ്റ് ഒക്കെ ചെയ്തു, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലാണ്. ബ്ലഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് കറക്റ്റ് ആയിട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവര് പറഞ്ഞ കുറച്ച് ഫുഡ് ഐറ്റംസും ഡെയിലി ഫുഡിൽ ആഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതുപോലെ 1 വീക്ക് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റം ഉണ്ടായിരുന്നു. ഇത് കട്ട്ലേറ്റിന്റെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ ചീസ് ഫില്ല് ചെയ്ത് ഫ്രൈ ആക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ചധികം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കേടുവരെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത്. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ മാക്സിമം ബട്ടറോ അല്ലെങ്കിൽ ഹോം മെയ്ഡ് ഗീയോ യൂസ് ചെയ്യാൻ നോക്കാം. ഞാൻ ഇവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഷാലോ ഫ്രൈ ചെയ്താൽ മതി ജസ്റ്റ്. കാരണം ഇതില് എല്ലാതും നമ്മൾ വേവിച്ചുകൊണ്ട് കൂടുതൽ നേരം വേവിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഫ്രൈ ആക്കുന്ന പോലെ ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ മതി.
കുറച്ച്